ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മൾ ഹീറോയിനെ നോക്കാം. ഹീറോയിൻ നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. എടി പൂജ, പൂജ, ഓ അമ്മേൻ്റെ ഒരു കാര്യം. അമ്മ എന്തമ്മ പ്രശ്നം? പൂജ പോ, തോട്ടത്തിൽ പോയി കുറച്ച് ഗ്രാൻഡ് പക്ക് ഹെൽപ്പ് ചെയ്. ഓ എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല. എന്നെ ഹീറോയിൻ ഒരാളൊക്കെ ആയിരുന്നു. പൂജ, അയ്യോ അമ്മേൻ്റെ ഒരു കാര്യമോ? ശരി ഞാൻ പോവാ. എന്താ ഗ്രാൻഡ് പക്ക് എന്താ പ്രശ്നം? ഇല്ല ഷെഡിൽ പോയി ഗ്രാൻഡ് പാ അവിടേക്ക് പോയിന്. അവിടെ റൂം കുട്ടി ഗസ്റ്റ് ഹൗസ് അവിടേക്ക് പോയിന് ഗ്രാൻഡ് പാ. പോ, അവിടെ എന്തോ ഗ്രാൻഡ് പാ പോയിന്. എൻ്റെ അച്ഛന് പോയി. രണ്ടുപേരും എടുത്തോട്ട് വാ. അച്ഛൻ പുറകെ പോയിന്. ഞാൻ ഓർമ്മയില്ല. അച്ഛനക്ക് ലേറ്റായി. ഇവിടെ അങ്കിൾ വിളിക്കാം. ഓ ഷേ, അങ്കിൾ നിങ്ങൾ കൂടെ വാ. ശരി മാ പൂജ പോവാ. അങ്കിൾ കൂടെ പോയിരുന്നു ഹീറോയിൻ്റെ അച്ഛനോട്. ആ അച്ഛാ, എന്താടാ പ്രശ്നം? ഇല്ല അച്ഛാ, ഇവിടെ ഇല്ല. ഇല്ല, ഇതെന്താ അച്ഛാ ഇത് വെച്ചിട്ടുള്ള? എന്താടാ പറഞ്ഞിട്ടുള്ള? ഇതുള്ളതെല്ലാം വിലമുള്ള സാധനങ്ങൾ. അച്ഛാ, ഈ തോട്ടത്തിൽ വെച്ച വേറെ ആരും വന്ന് എടുത്തിട്ട് പോകില്ല അച്ഛാ. എന്നാ അങ്ങനെ കേട്ടായിരുന്നു ഹീറോയിൻ്റെ ഡാഡി. ഇതൊക്കെ ഒരു അച്ഛാ വേറൊരു കാര്യം പറയണ്ടു. ഇപ്പം അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനോട് സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് അച്ഛൻ പറയാൻ ഇങ്ങനെ ഒരു മാജിക്, ഇതെല്ലാം മാജിക് സാധനങ്ങൾ. ഇത് നമ്മൾക്ക് മറ്റല്ലാതെ മറ്റാർക്കും ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഹീറോയിൻ്റെ അച്ഛനോട് പറയായിരുന്നു ഹീറോയിൻ്റെ ഗ്രാൻഡ് പാ. അച്ഛാ, എനിക്ക് മാജിക് യൂസ് ചെയ്യാൻ കഴിയില്ല. നിനക്ക് മാജിക് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ കുറച്ച് സാധനം മാത്രം നിനക്കും എനിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുതരും. ഇതിൻ്റെ പാർട്ട്നേഴ്സ് മാത്രം കഴിയുമെന്ന് പറഞ്ഞ. എന്താ അച്ഛാ പറഞ്ഞ? നമ്മളെ വാരിസിലെ ഒരാൾക്ക് മാത്രമേ തൊടാൻ പറ്റും. ശരി അച്ഛാ, അങ്ങനെ പറയണം. എൻ്റെ ചേട്ടൻ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയി? എൻ്റെ ചേട്ടൻ കാണുന്നില്ല. എന്നെ ഹീറോയിൻ്റെ അച്ഛനൊക്കെ പറയായിരുന്നു. അവരെ വലിയ മോനിക്ക് വഴക്ക് വരായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഗ്രാൻഡ് പാക്ക് ടോട്ടൽ 4 കുട്ടികൾ. അത് 2 ബോയ്സ് 2 ഗേൾസ് ആണ്. ഇവനെ കാണുന്നില്ല. ഫസ്റ്റ് മോനായിരുന്നു. പിന്നെ 2 ഗേൾസ് ആണ്. ലാസ്റ്റാണ് ഹീറോയിൻ്റെ ഡാഡി. ഇവൻ എവിടെ പോയി? അങ്ങനെ പറയായിരുന്നു. അങ്ങനെ വോയിസ് കേട്ടെ അച്ഛാ അച്ഛ എന്ന് കേൾക്കായിരുന്നു. ഓ വന്ന് തോന്നുന്നതാണ് ഗ്രാൻഡ് പാ. ഓ പേരക്കുട്ടി വന്നായിരുന്നു. അച്ഛാ എന്നെ പറഞ്ഞേ? ഹീറോയിൻ പറയുന്നു. ഗ്രാൻഡ് പാ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇല്ല മതി, മുകളിൽ പോയി ഞാൻ പറഞ്ഞാൽ മതി. മുകളിൽ പോയിട്ട് നീ കുറച്ച് ക്ലീൻ ചെയ്യും പോവാന്ന് ഹീറോയിൻ അയക്കുക. ഗ്രാൻഡ് പാ അത് ബാക്കിയുള്ള സാധനം നോക്കിയിട്ട് ക്ലീൻ ചെയ്യും. ഗ്രാൻഡ് പാ നിനക്ക് ഇഷ്ടപ്പെട്ടത് സാധനം തരാം എന്ന് പറഞ്ഞാൽ താങ്ക് യു ഗ്രാൻഡ് പാ എന്ന് പോയി മുകളിൽ പോയി ക്ലീൻ ചെയ്യാൻ പോയായിരുന്നു. വാടാ എന്ന് പറയായിരുന്നു. അച്ഛാ, എന്നാ അച്ഛാ എന്നെ കോൾ ചെയ്ത് പറയാൻ വന്നത്? ശരിടാ, ഇവ വീട്ടിലെ എങ്ങനെ ഉണ്ടടാ? ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയിൻ്റെ അച്ഛനോട് ഹീറോയിൻ്റെ അങ്കിളോട് കേൾക്കായിരുന്നു. ഹീറോയിൻ്റെ അങ്കിൾ പറയായിരുന്നു. നല്ല കാര്യം പോ അച്ഛാ, എന്ത് ചെയ്തിട്ട് കാര്യമുണ്ടോ? എൻ്റെ കമ്പനി എങ്ങനെയാ? നല്ല പോകുന്ന അച്ഛാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഹീറോയിൻ്റെ അങ്കിൾ പറഞ്ഞ റിച്ച് പറഞ്ഞ ബിസിനസ്മാൻ ഐഡൽസ് കമ്പനി റൺ ഇന്ത്യയിൽ നമ്പർ 1 ബിസിനസ്മാൻ. അതുപോലെ ഐഡൽ കമ്പനി കമ്പനി വെച്ച് റൺ ചെയ്യുക. അത് മാത്രമല്ല അവരുടെ വൈഫ് പറഞ്ഞ ഡയറക്ടർ, അതായത് റിച്ചാണ്. ഡയറക്ടർ പറഞ്ഞ അതെ ഫിലിം മൂവി എടുത്ത് റൺ ചെയ്ത് മൂവി പറഞ്ഞാൽ ഒരു കമ്പനി CEO ആണ്. അങ്ങനെ 2 പേരും ലവ് മാരേജ് ആണ്. നിൻ്റെ വൈഫ് അങ്ങനോട് നല്ല ഉണ്ടോ എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് പിന്നെ ശരി നിൻ്റെ മോളോടെ? അവളിപ്പോൾ വരും എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് വോയിസ് കേൾക്കായിരുന്നു. ഗ്രാൻഡ് ബാ. ഓ വന്ന് തുടങ്ങിയാ? എൻ്റെ ചെല്ലക്കുട്ടി എവിടെ ഉണ്ട്? അവളെ മുകളിലുണ്ട്. പോയിക്കോ, നീ പോയിട്ട് കൂടിക്കോ. അങ്ങനെയായിട്ട് അങ്ങനെ ദിയ മീറ്റ് പോയത്. ദിയ, പൂജ ഹായ് അക്ക. ഓ പൂജ ഇവിടെ ഉണ്ടോ? എന്താ ടീ ചെയ്യാ? ഇല്ല അക്ക, ക്ലീൻ ചെയ്യാം. നീ എന്താ ചെയ്യാ? വാ എന്നൊക്കെ വെച്ചാ വാ ശ്രദ്ധിക്കുന്നൊക്കെ ഗ്രാൻഡ് പാറ്റ് കണ്ട പാറ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും സംസാരിച്ച് ക്ലീൻ ചെയ്യായിരുന്നു. ശരി, അങ്ങനെ നടന്ന കാര്യം പറയായിരുന്നു. ഇല്ലടാ, നിന്നെ ഓർമ്മയില്ല ഫാമിലി കുറി പറയുന്നു. നല്ല പോകുന്നുണ്ട് അച്ഛാ എന്ന് പറയായിരുന്നു. അപ്പോൾ എൻ്റെ മോനെന്താ ചെയ്യാം? എന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്? ബിസിനസ് നല്ല പോകുന്നുണ്ട് അച്ഛാ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അങ്കിൾ പറയായിരുന്നു. അതെ, ഹീറോയിൻ്റെ അങ്കിളിൻ്റെ മകനിക്ക് ഫസ്റ്റ് ഒരു ബോയ് ബേബിയാണ്. ഇപ്പോൾ ബിസിനസ് നോക്കുകയാണ്. എൻ്റെ കമ്പനി ബിസിനസ് അവൻ നോക്കുന്നതാണ് എന്ന് പറയായിരുന്നു. രണ്ടാമത്തെ മോനിക്ക് പറഞ്ഞ ഡോക്ടറാണ്. പിന്നെ മോള് പറഞ്ഞ അതെ എന്താണ് മോള് ചെയ്യുക? അവൾ ഒരു ആക്ടറാണ്. ആക്ടർ പറഞ്ഞ ഡോക്ടർ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ആക്ടർ. പിന്നെ ഒരു മോൾ, അതാണ് ദിയ. ദിയ പറയായിരുന്നു. പൂജ പറയായിരുന്നു. ചേച്ചി ഇപ്പോൾ വന്നതാ. അതെടി എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ ചേച്ചി?
സർപ്രൈസ് ഉണ്ട് വാ എന്ന് പറഞ്ഞു. എന്തെടാ നിനക്ക് ഒരു വയസ്സിൽ വലുതായിരുന്നു ചേച്ചി വിളിക്കാം. ചേച്ചിക്ക് ചേച്ചി വിളിച്ച മാത്രമേ എന്നെ വിളിക്കുമല്ലോ വെറുതെയാ. എടി വീട്ടുകാരെ ദിയ എന്നെ ചേച്ചി വിളിച്ചവർക്ക് അറിയില്ല. വീടൊക്കെ ഇപ്പം നമ്മൾ തടിയുള്ളൂ ദിയ അത് വിളി. ദിയ എന്താ ദിയ അത് വിളിച്ചത്? ദിയ ദിയ പറയുന്നു എന്ന് ഞാൻ കോൾ ചെയ്തത് ഫോൺ കുറേ വന്നായിരുന്നു. ഇല്ലടി ഒരു കാര്യം പോലെ ഉണ്ട് എന്ന് പറഞ്ഞു ദിയ പറഞ്ഞായിരുന്നു. എന്ത് ജേഹുപ്പ് എന്തോ കൊടുത്തിന്? ഓ അങ്ങനെയാണോ, ശരി ശരി എന്ന് ചിരിക്കായിരുന്നു. ശരി ഓക്കെ. ദിയാക്ക് വീടെല്ലാം പിങ്കായിരുന്നു. ദിയ ചേച്ചി വീടെല്ലാം പിങ്കാ വേണ്ട എന്ന് വെച്ച് കളിയാക്കായിരുന്നു. പോടി അങ്ങനെയൊന്നും പറയണ്ട. ശരി എനിക്കൊരു കാര്യം അറിയോ എൻ്റെ ചേച്ചി? അതെ ജിമ്മിൻ്റെ വീഡിയോ നീ നോക്കിനെ? ഇല്ല ചേച്ചി, ഫോണിലെ ബാലൻസ് കാലിന് മൊത്തത്തിന് എൻ്റെ അനിയന് കാലി ചെയ്താ എന്ന് പറയുന്നു. അനിയനാ? ആരടി? എടി അപ്പുറത്തെ വീട്ടിലെ അനിയൻ, എൻ്റെ അനിയൻ മാറി നിനക്കും അറിയില്ലേ? ഓ അവനെ കളിച്ചതാ? അതെ ചേച്ചി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ ചെയ്യാ, അങ്കിൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. അതെ ഹീറോയി പറയുന്നു എല്ലാവരുടെ കാരണം ഇതാണ് എന്ന് പറഞ്ഞൊരു ചിരിക്കായിരുന്നു. ശരി ഓക്കെ നമുക്ക് പോവാ പറഞ്ഞായിരുന്നു. അതെ ജിമ്മിൻ്റെ വീഡിയോ ഫസ്റ്റ് നീ നോക്ക്. എടി ഇവിടെ കേക്ക് എടി മണ്ടി ഇതാ ഇയർഫോൺ. അതൊരു ഫോൺ കൊടുത്ത് അവർ രണ്ടുപേരും ഇരുന്നത് കേൾക്കായിരുന്നു. ജിമ്മിൻ്റെ വോയിസ് പാട്ട്. അതെ ഫോട്ടോത്തിലുള്ള ആ പാട്ട് ഹീറോയിൻ നോക്കിയിട്ട് പിങ്ങിക്കായിരുന്നു. എന്നാ ഇത് നീ നോക്കിക്ക, ഇത് നോക്കി ഞാൻ ജേഹുപ്പിനെ നോക്കുന്നു. എന്നാൽ അവൾ ജേഹുപ്പിനെ നോക്കാൻ പോയി. രണ്ടുപേരും അതെ രണ്ടുപേരും പാട്ട് കേട്ട് എൻജോയ് ചെയ്യായിരുന്നു. അതെ അവർക്ക് പറഞ്ഞ രണ്ട് ഇയർഫോൺ ഉണ്ടായിരുന്നു. അതിൽ രണ്ടുപേരും നല്ല പാട്ട് കേട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഇവർ രണ്ടുപേരോട് പോയി എടാ ഇതിൻ്റെ മോളോട് പോയി രണ്ടുപേരും അയച്ചായിരുന്നു. രണ്ടുപേർക്ക് ഷോക്കായിരുന്നു. എടി എന്നാൽ രണ്ടുപേരും അയച്ചാൽ പറഞ്ഞ് കാതിരുപ്പി. അച്ഛ അത് ശരി വാ പോവാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രണ്ടുപേർ അറിയാതെ ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് അവർ അറിയാതെ ടച്ച് ചെയ്തു. അതെ അത് പിന്നെ പറയാം. അങ്ങനെ അവർ പോയി കിടന്നു ഉറങ്ങാൻ. നൈറ്റ് ഫുഡെല്ലാം കഴിച്ച് കിടന്നു ഉറങ്ങിയായിരുന്നു. രാത്രിയായിരുന്നു. നല്ല ഉറക്കമായിരുന്നു നമ്മളെ ദിയാക്ക്. എന്താ ഇത്? ദിയ എന്നെ വിളിക്കായിരുന്നു. വോയിസ് കേട്ടു. ദിയ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു സുന്ദരനായ ചെക്കൻ വാ വാ എന്ന് വിളിക്കും.